കണ്ണൂർ കക്കാട് പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് പള്ളിപ്രം റോഡ് വെള്ളത്തിനടിയിലായി. ഞായറാഴ്ച രാത്രി അപകട സാധ്യതയെ തുടർന്ന് നാട്ടുകാർ റോഡ് അടച്ചിരുന്നു. തിങ്കളാഴ്ച രാവിലെ ഭാഗികമായി തുറന്നു. പുഴയിൽ ചെളി നിറഞ്ഞതാണ് ഈ ദുരിതത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. തുടർച്ചയായി മഴ പെയ്താൽ കണ്ണൂർ കക്കാട് ഈ കാഴ്ചക്കും മാറ്റമുണ്ടാകില്ല. ഇത് വർഷങ്ങളായി ഈ പ്രദേശത്തുകാർ അനുഭവിക്കുന്ന ദുരിതമാണ്. ഇത്തവണ വെള്ളപ്പൊക്കത്തിന്റെ തോത് അല്പം കുറവാണ് എന്നത് മാത്രമാണ് ഏക ആശ്വാസം. കാലവർഷം തുടങ്ങിയ ശേഷം ശനിയാഴ്ച രാത്രി മുതലാണ് ഇവിടെ വെള്ളം കയറാൻ തുടങ്ങിയത്. കക്കാട് റോഡിൽ വെള്ളം എത്തിയില്ല. പള്ളിപ്രം റോഡിൽ സാമാന്യം നല്ല രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു. ഇരുചക്ര വാഹനങ്ങളുടെ സൈലൻസറിൽ വെള്ളം കയറി ഓഫായി പോകുന്ന സംഭവവും ഉണ്ടായി. നടുക്കുന്ന ഓഫായിപ്പോയി. ഇത് കക്കാട് പള്ളിപ്പുറം പോകുന്ന റോഡാണ്. പള്ളിപ്പുറത്തെ ജനങ്ങൾക്കുള്ള ഏറ്റവും വലിയ ദുരിതം ഇതാണ്. ഈ മഴ പെയ്യുമ്പോഴേക്കന്നെ ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കൽ നല്ല ദുരിതമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഈ അശാസ്ത്രീയമായിട്ടുള്ള ഈ എന്താ പറയണ്ടേ, ഇവിടെ ഈ സ്വിമ്മിംഗ് പൂള് അങ്ങനെ, പിന്നെ കുറച്ച് എല്ലാ വർഷവും നമ്മളെ പുഴകൾ ശരിയായ രീതിയിൽ പ്രവർത്തനം എന്നല്ല, ശരിയായ രീതിയിൽ പിന്നെ നമ്മളെ പുഴകളെ സംരക്ഷിക്കുന്നില്ല. സൈലൻസിൽ വെള്ളം കയറി, കാരണം അത്രയും വെള്ളമാണ് അവിടെ. എല്ലാ സീസണിലും ഉണ്ടാകുന്നുണ്ട്. ഇതിനൊരു ശാശ്വത പരിഹാരം ഇതുവരെ കാണുന്നില്ല. കക്കാട് പുഴയിൽ ചെളി നിറഞ്ഞതാണ് റോഡിലേക്ക് വെള്ളം കയറാൻ കാരണമെന്നാണ് ആക്ഷേപം. ഈ സമഗ്രമായ ഒരു ഗവൺമെൻറ് തന്നെ ഇടപെട്ടിട്ട് ഈ ചളി ഈ പ്രദേശത്ത് വ്യാപകമായിട്ടുണ്ട്. ആ ചളി മൊത്തത്തിൽ മാറ്റിയാൽ തന്നെ ഈ വെള്ളക്കെട്ടിനൊരു പരിഹാരം ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ചെറുപ്പകാലങ്ങളിലെ ഈ പ്രദേശത്ത് സഞ്ചരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതാണ്. റോഡൽപ്പം ഉയർത്തിയാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനം കാര്യക്ഷമമാകുന്നില്ലെന്ന പരാതിയും നാട്ടുകാർ ഉയർത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.